അധ്യാത്മരാമായണം അയോധ്യാകാന്ഡം. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപതേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ. രാമസീതാ തത്വം. രാമനെ ചിന്തിച്ചു ദുഃഖിയായി ദാരുമേ. കോമളഗാത്രിയാം ജാനകി മൂലവും തത്വമായുള്ളതു ചൊല്ലുന്നതുണ്ടു ഞാൻ. ചിത്തം തെളിഞ്ഞു കേട്ടിടുവിനേവരും. രാമനാകുന്നതു സാക്ഷാൽ മഹാവിഷ്ണു. താമര സാക്ഷനാമാദിനാരായണൻ. ലക്ഷ്മണനായതനന്ദൻ ജനകജ. ലക്ഷ്മി ഭഗവതി ലോകമായാ പര. മായാഗുണങ്ങളെ താനവലംബിച്ചു കായഭേദം ധരിക്കുന്നിതാത്മാപരൻ. രാജസമായ ഗുണത്തോടു കൂടവേ രാജീവ സംഭവനായി പ്രപഞ്ചദ്വയം വ്യക്തമായി സൃഷ്ടിച്ചു സത്യപ്രധാനനായി. ഭക്തപാരായണൻ വിഷ്ണുരൂപം പൂണ്ടു നിത്യവും രക്ഷിച്ചു കൊള്ളുന്നതീശ്വരൻ. ആദ്യനജൻ പരമാത്മാവു സാദരം. രുദ്രവേഷത്താൽ തമോ ഗുണയുക്തനായ ത്രിജാവല്ലഭൻ സംഹരിക്കുന്നതും വൈവസ്വതമനുഭക്തി പ്രസന്നനായി ദേവൻ മകരാവതാരമനുഷ്ഠിച്ചു. വേദങ്ങളെല്ലാം ഹയഗ്രീവനെ കൊന്നു വേദാവിനാക്കിക്കൊടുത്തതീ രാഘവൻ. പാദോനിധി മദനെ പണ്ടുമന്തരം പാതാളലോകം പ്രവേശിച്ചതു നേരം. നിഷ്ഠമായൊരു കൂർമാകൃതിയും പൂണ്ടു പൃഷ്ഠേ ഗിരീന്ദ്രം ധരിച്ചതീ രാഘവൻ. ദുഷ്ടനായൊരു ഹിരണ്യാക്ഷനെ കൊന്നു ഖൃഷ്ടിയായി തേറ്റമേൽ ശോണിയെ പൊങ്ങിച്ചു. കാരണവാരിധി തന്നിൽ മേളിച്ചതും കാരണപുരുഷനാകുമീ രാഘവൻ. നിർഹ്ലാദമോടു നരസിംഹരൂപമായി പ്രഹ്ലാദനെ പരിപാലിച്ചു കൊള്ളുവാൻ. ക്രൂരങ്ങളായ നഗരങ്ങളെ കൊണ്ടു ഘോരനായൊരു ഹിരണ്യകശിപുതൻ വക്ഷപ്രദേശം പ്രപാടനം ചെയ്തതും രക്ഷാചതുരനാം ലക്ഷ്മീവരനിവൻ. പുത്രലാഭാർത്ഥമതിഥിയും ഭക്തി പൂണ്ടർത്ഥിച്ചു സാദരമർച്ചിക്ക കാരണം. എത്രയും കാരുണ്യമോടവൾ തന്നെ പുത്രനായി ഇന്ദ്രാനുജനായി പിറന്നതി. ഭക്തനായൊരു മഹാബലിയോടു ചെന്നർത്ഥിച്ചു മൂന്നടിയാക്കി ജഗത്രയം. സത്വരം വാങ്ങി മരുത്വാന്നു നൽകിയ ഭക്തപ്രിയനാം ത്രിവിക്രമനുമിവൻ. ധാത്രീസുരദ്വേഷികളായി ജനിച്ചൊരു ധാത്രീപതി കുലനാശം വരുത്തുവാൻ ധാത്രിയിൽ ഭാർഗവനായി പിറന്നതും ധാത്രീവരനായ രാഘവനാമിവൻ. ധാത്രിയിൽ ഇപ്പോൾ ദശരഥപുത്രനായി ധാത്രീസുതാവരനായി പിറന്നിടിനാൻ.
രാത്രിഞ്ചര കുലമൊക്കെ നശിപ്പിച്ചു ധാത്രീഭാരം തീർത്തു ധർമ്മത്തെ രക്ഷിപ്പാൻ. ആദ്യനജൻ പരമാത്മാ പരാപരൻ, വേദ്യനല്ലാത്ത വേദാന്ത വേദ്യൻ പരൻ, നാരായണൻ പുരുഷോത്തമനവ്യയൻ, കാരണമാനുഷൻ രാമൻ മനോഹരൻ. രാവണ നിഗ്രഹാർത്ഥം വിപീനത്തിനു ദേവഹിതാർത്ഥം ഗമിക്കുന്നതിന്നതിൻ കാരണം മന്ധരയല്ല കൈകേയിയെല്ലാരും ഭ്രമിക്കായിക രാജാവുമല്ലല്ലോ. വിഷ്ണു ഭഗവാൻ ജഗന്മയൻ മാധവൻ, വിഷ്ണു മഹാമായ ദേവി ജനഗജ, സൃഷ്ടിസ്ഥിതിലയ കാരണി തന്നോടും പുഷ്ടപ്രമോദം പുറപ്പെട്ടിരിന്നിപ്പോൾ. ഇന്നലെ നാരദൻ വന്നു ചൊന്നാനവൻ തന്നോടു രാഘവൻ താനും അരുൾ ചെയ്തു. നത്തഞ്ചരന്വയ നിഗ്രഹത്തിനു ഞാൻ വ്യക്തം വനത്തിനു നാളെ പുറപ്പെടും എന്നതു മൂലം ഗമിക്കുന്നു രാഘവൻ. ഇന്നു വിഷാദം കളവിനെല്ലാവരും രാമനെ ചിന്തിച്ചു ദുഃഖിയായി കാരുമേ. രാമരാമേതി ജപിപ്പിനെല്ലാരുമേ സിദ്ധിക്കയില്ലതേയല്ല കൈവല്യവും സിദ്ധിക്കുമേവനുമെന്നതോ നിർണയം. ദുഃഖസൗഖ്യാദി വികൽപ്പങ്ങളില്ലാത്ത നിഷ്കളൻ നിർഗുണനാത്മാരഘൂത്തമൻ, ന്യൂനാതിരേക വിഹീനൻ നിരഞ്ജനൻ, ആനന്ദപൂർണൻ അനന്തനാകുലൻ. അങ്ങനെയുള്ള ഭഗവത് സ്വരൂപത്തിനെങ്ങനെ ദുഃഖാദി സംഭവിച്ചിടുന്നു? ഭക്തജനാനാം ഭജനാർത്ഥമായി വന്നു ഭക്തപ്രിയൻ പിറന്നിടിനാൻ ഭൂതലേ. പങ്ക്തിരഥാഭീഷ്ടസിദ്ധ്യർത്ഥമായി വന്നു പങ്ക്തികണ്ഠൻ തന്നെ കൊന്നു ജഗത്രയം. പാലിപ്പതിനായി അവതരിച്ചിടിനാൻ ബാലിശന്മാരെ മനുഷ്യനായീശ്വരൻ. രാമവിഷയമീ വണ്ണമരുൾ ചെയ്തു വാമദേവൻ വിരമിച്ചോരനന്തരം. വാമദേവ വചനാമൃതം സേവിച്ചു രാമനെ നാരായണനെന്നറിഞ്ഞുടൻ പൗരജനം പരമാനന്ദമായൊരു വാരാനിധിയിൽ മുഴുകിനാരേവരും. രാമസീതാരഹസ്യം മുഹൂരീദൃശമാമോദപൂർവകം ധ്യാനിപ്പവർക്കെല്ലാം രാമദേവങ്കലുറച്ചൊരു ഭക്തിയും ആമയനാശവും സിദ്ധിക്കുമേവനും. ഗോപനീയം രഹസ്യം പരമീദൃശം പാപവിനാശനം ചൊന്നതിൻ കാരണം രാമപ്രിയന്മാർ ഭവാന്മാരെന്നോർത്തു ഞാൻ രാമതത്വം പരമോപദേശം ചെയ്തു. താപവും തീർന്നിതു പൗരജനങ്ങൾക്കു താപസ ശ്രേഷ്ഠനും മോദാലെഴുന്നള്ളി. യാത്രാരംഭം. രാഘവൻ താതഗേഹം പ്രവേശിച്ചുടൻ വ്യാകുലഹീനം വണങ്ങിയരുൾ ചെയ്തു. കൈകേയിയാകിയ മാതാവു തന്നോടു ശോകം കളഞ്ഞാലും അമ്മേ മനസ്സിതേ. സൗമിത്രിയും ജനകാത്മജയും ഞാനും സൗമുഖ്യമാർന്നു പോവാനായി പുറപ്പെട്ടു. ഖേദമകലെ കളഞ്ഞിനി ഞങ്ങളെ താതന്നെ ജ്ഞാപിക്ക വേണ്ടതു വൈകാതെ. ഇഷ്ടവാക്യം കേട്ടു കൈകേയി സാദരം പെട്ടെന്നെഴുന്നേറ്റിരുന്നു സസംഭ്രമം. ശ്രീരാമനും മൈഥിലിക്കു മനോജനും ചീരങ്ങൾ വേറെ നൽകിനാളമ്മയും. ധന്യവസ്ത്രങ്ങൾ ഉപേക്ഷിച്ചു രാഘവൻ വന്യചീരങ്ങൾ പരിഗ്രഹിച്ചിടിനാൻ. പുഷ്കരലോചനാനുജ്ഞയാവൽക്കലം ലക്ഷ്മണൻ താനും ഉടുത്താനതോ നേരം. ലക്ഷ്മി ഭഗവതിയാകിയ ജാനകി വൽക്കലം കയ്യിൽ പിടിച്ചുകൊണ്ടാകുലാൽ പക്ഷമെന്തുള്ളിലെന്നുള്ളതറിയുവാനായി തൽക്ഷണേ ലജ്ജയാ ഭർത്തൃമുഖാംബുജം ഗൂഢമായി നോക്കിനാളെങ്ങനെ ഞാനിതു ഗാഠമുടുക്കുന്നതെന്നുള്ള ചിന്തയാ. മംഗലദേവതാ വല്ലഭൻ രാഘവൻ ഇംഗിതജ്ഞൻ തഥാ വാങ്ങിപ്പരൂഷമാം വൽക്കലം ദിവ്യാംബരോപരി വേഷ്ടിച്ച സൽക്കാരമാനം കലർന്നു നിന്നിടിനാൻ. എന്നതു കണ്ടൊരു രാജതാരങ്ങളും അന്യരായുള്ള ജനങ്ങളുമൊക്കവേ വന്ന ദുഃഖത്താൽ കരയുന്നതു കേട്ടു നിന്നരുളിടും വസിഷ്ഠ മഹാമുനി. കോപേന ഭർഷിച്ചു കൈകേയി തന്നോടു
താവേന ചൊല്ലിനാൻ എന്തിതു തോന്നുവാൻ. ദുഷ്ടേ നിശാചരേ ദുർവൃത്ത മാനസേ കഷ്ടമോർത്തോളം കഠോരശീലേഖലേ. രാമൻ വനത്തിനു പോകേണമെന്നല്ലോ താമസശീലേ വരത്തെ വരിച്ചു നീ. ജാനകി ദേവിക്കു വൽക്കലം നൽകുവാൻ മാനസേ തോന്നിയതെന്തൊരു കാരണം. ഭക്ത്യാ പതിവ്രതയാകിയ ജാനകി ഭർത്താവിനോടു കൂടെ പ്രയാണം ചെയ്യിൽ. സർവാഭരണ വിഭൂഷിത ഗാത്രിയായി ദിവ്യാംബരം പൂണ്ടനുഗമിച്ചിടുക. കാരണ ദുഃഖ നിവാരണാർത്ഥം പതി മാനസവും രമിപ്പിച്ചു സദാകാലം. ഭർതൃശുശ്രൂഷയും ചെയ്തു പിരിയാതെ ചിത്തശുദ്ധ്യാചരിച്ചിടുകെന്നേവരോ. യുദ്ധം വസിഷ്ഠോക്തി കേട്ടു ദശരഥൻ നത്വാ സുമന്ത്രരോടേവമരുൾ ചെയ്തു. രാജയോഗ്യം രഥമാശു വരുത്തുക രാജീവനേത്ര പ്രയാണായ സത്വരം. യുദ്ധമുക്ത്വാ രാമവക്ത്രാംബുജം പാർത്തു പുത്രഃ രാമ സൗമിത്രേ ജനഗജേ. രാമ രാമ ത്രിലോകാഭിരാമാംഗഃ ഹാ മമ പ്രാണ സമാന മനോഹര. ദുഃഖിച്ചു ഭൂമിയിൽ വീണു ദശരഥൻ ഉൾക്കാമ്പഴിഞ്ഞു കരയുന്നതു നേരം. തേരുമൊരുമിച്ചു നിർത്തി സുമന്ത്രരും ശ്രീരാമദേവനും അപ്പോൾ ഉര ചെയ്തു. തേരിൽ കരേറുക സീതേ വിരവിൽ നീ നേരമിനി കളഞ്ഞിടരുതേതുമേ. സുന്ദരി വന്ദിച്ചു തേരിൽ കരേറിനാൾ ഇന്ദിരാവല്ലഭനാകിയ രാമനും. മാനസേ ഖേദം കളഞ്ഞു ജനകനെ വീണു വണങ്ങി പ്രദക്ഷിണവും ചെയ്തു. താണു തൊഴുതുടൻ തേരിൽ കരേറിനാൻ ബാണചാപാസി തുണീരാദികളെല്ലാം കൈക്കൊണ്ടു വന്നിച്ചു താനും കരേറിനാൻ. ലക്ഷ്മണനപ്പോൾ സുമന്ത്രരുമാകുലാൽ ദുഃഖേന തേർ തെളിച്ചിടിനാൻ ഭൂപനും. നിൽക്കു നിൽക്കെന്നു ചൊന്നാൻ രഘുനാഥനും. ഗച്ഛ ഗച്ഛേതി വേഗാലരുൾ ചെയ്തിതു നിശ്ചലമായതു ലോകവും അന്നേരം. രാജീവലോചനൻ ദൂരെ മറഞ്ഞപ്പോൾ രാജാവു മോഹിച്ചു വീണിതേ ഭൂതലേ. സ്ത്രീ ബാലവൃന്ദാവധി പുരാവാസികൾ താപം മുഴുത്തു വിലപിച്ചു പിന്നാലെ. തിഷ്ട തിഷ്ട പ്രഭോ രാമദയാനിധേ ദൃഷ്ടിക്കമൃതമായൊരു തിരുമേനി. കാണാകിലെങ്ങനെ ഞങ്ങൾ പൊറുക്കുന്നു പ്രാണനോ പോയിതല്ലോ മമം ദൈവമേ. ഇത്തരം ചൊല്ലി വിലപിച്ചു സർവരും സത്വരം തേരിൻ പിറകെ നടകൊണ്ടാർ. മന്നവൻ താനും ചിരം വിലപിച്ചതാ ചൊന്നാൻ പരിചക്രന്മാരോടാകുലാൽ. എന്നെ എടുത്തിനി കൊണ്ടുപോയി ശ്രീരാമൻ തന്നെ മാതൃഗേഹത്തിങ്കലാക്കുവിൻ. രാമനെ വേറിട്ടു ജീവിച്ചു ഞാനിനി ഭൂമിയിൽ വാഴ്കെന്നതില്ലെന്നു നിർണയം എന്നതു കേട്ടൊരു പ്രത്യജനങ്ങളും മന്നവൻ തന്നെ എടുത്തു കൗസല്യതൻ മന്ദിരത്തിങ്കലാക്കിയിടിനാൻ. അന്നേരം വന്നൊരു ദുഃഖേന മോഹിച്ചു വീണിതു. പിന്നെ ഉണർന്നു കരഞ്ഞു തുടങ്ങിനാൻ ഖിന്നയായി മേവുന്ന കൗസല്യ തന്നോടും. വനയാത്ര. ശ്രീരാമനും തമസാ നദി തന്നെ തീരം ഗമിച്ചു വസിച്ചു നിശാമുഖേ. പാനീയമാത്രമുപജീവനം ചെയ്തു ജാനകിയോടും നിരാഹാരനായൊരു വൃക്ഷമൂലെ ശയനം ചെയ്തുറങ്ങിയിടിനാൻ. ലക്ഷ്മണൻ വില്ലും അമ്പും ധരിച്ചന്തികെ രക്ഷിച്ചു നിന്നു സുമന്ത്രരുമായോരോ ദുഃഖവൃത്താന്തങ്ങളും പറഞ്ഞാകുലാൽ. പൗരജനങ്ങളും ചെന്നരികെ പൊക്കു ശ്രീരാമനെ അങ്ങു കൊണ്ടുപോയി കൂടാകിൽ. കാനനവാസം നമുക്കുമെന്നേവരും മാനസത്തിങ്കലുറച്ചു മരുവിനാർ. പൗരജനത്തിൻ പരിദേവനം കണ്ടു ശ്രീരാമദേവനും ഉള്ളിൽ നിരൂപിച്ചു. സൂര്യനുദിച്ചാൽ അയക്കയുമില്ലിവർ കാര്യത്തിനും വരും വിഘ്നമെന്നാലിവർ. ഖേദം കലർന്നു തളർന്നുറങ്ങുന്നിതു ബോധമില്ലിപ്പോൾ ഇനിയുണരും മുൻപേ. പോകാനാമിപ്പോഴേ കൂട്ടുക തേരുന്നു. രാഘവൻ വാക്കുകൾ കേട്ടു സുമന്ത്രരും വേഗേന തേരുമൊരുമിച്ചിതന്നേരം. രാഘവന്മാരും ജനകതനൂജയും തേരിലേറിടിനാരേ
പൗരജനങ്ങളന്നേരം സുമന്ത്രരും ചെറ്റയോധ്യാഭിമുഖം ഗമിച്ചിട്ടത തെറ്റെന്നു തെക്കോട്ടു തന്നെ നടകൊണ്ടു ചുറ്റും കിടന്ന പുരവാസികളെല്ലാം പിറ്റേന്നാൾ തങ്ങൾ ഉണർന്നു നോക്കുന്നേരം കണ്ടില രാമനെ എന്നു കരഞ്ഞതി കുണ്ഠിതന്മാരായി പുരി മുക്കുമേവിനാൽ സീതാസമേതനാം രാമനെ സന്തതം ചേതസി ചിന്തിച്ചനൂദിനം പുത്രമിത്രാദികളോടുമിട ചേർന്നു ചിത്തശുദ്ധ്യാവസിച്ചിടിനാനേവരും മംഗലാദേവതാ വല്ലഭൻ രാഘവൻ ഗംഗാതടം പുക്കു ജാനകി തന്നോടും മംഗലസ്നാനവും ചെയ്തു സഹാനുജം ശൃംഗിവേരാവിദൂരെ മരുവീടിനാൻ ദാശരഥിയും വിദേഹ തനുജയും ശിംശിപാമൂലെ സുഖേന വാണിടിനാർ. ഗുഹസംഗമം. രാമാഗമന മഹോത്സവമെത്രയും ആമോദമുൾക്കൊണ്ടു കേട്ടു ഗുഹൻ തഥാ സ്വാമിയായിഷ്ടവയസ്യനായുള്ളൊരു രാമൻ തിരുവടിയെ കണ്ടു വന്നിപ്പാൻ പക്വ മനസ്സൊടു ഭക്തിവ സത്വരം പക്വഫലമധു പുഷ്പാദികളെല്ലാം കൈക്കൊണ്ടു ചെന്നു രാമാഗ്രേ വിനിക്ഷിപ്യ ഭക്തിവ ദണ്ഡ നമസ്കാരവും ചെയ്തു. പെട്ടെന്നെടുത്തെഴുന്നേൽപ്പിച്ചു വക്ഷസി തുഷ്ട്യാദൃഢമണച്ചാശ്ലേഷവും ചെയ്തു. മന്ദഹാസം പൂണ്ടു മാധുര്യപൂർവകം മന്ദേതരം കുശല പ്രശ്നവും ചെയ്തു. കഞ്ചവിലോചനൻ തൻ തിരുമേനി കണ്ടഞ്ജലി പൂണ്ടു ഗുഹനുമുര ചെയ്തു. ധന്യനായി നടിയനിന്നു കേവലം നിർണയം നൈഷാദ ജന്മവും പാവനം. നൈഷാദമായുള്ള രാജ്യമിതുമൊരു ദൂഷണഹീനമധീനമല്ലോ തവ കിങ്കരനാമടിയനെയും രാജ്യവും സങ്കടം കൂടാതെ രക്ഷിച്ചു കൊള്ളുക. സന്തോഷമുൾക്കൊണ്ടിനി നിന്തിരുവടി സന്തതമത്ര വസിച്ചരുളിടണം. അന്തപുരം മമാശുദ്ധമാക്കിയിടണം. അന്തർമുദാ പാദപത്മരേണുക്കളാൽ മൂലഫലങ്ങൾ പരിഗ്രഹിക്കണമേ. കാലേ കനിവോടനുഗ്രഹിക്കണമേ. ഇത്തരം പ്രാർത്ഥിച്ചു നിൽക്കും ഗുഹനോടു മുക്തഹാസം പൂണ്ടരുൾ ചെയ്തു രാഘവൻ. കേൾക്ക നീ വാക്യം മദീയം മമ സഖി സൗഖ്യമിതിൽ പരമില്ലെനിക്കേതുമേ. സംവത്സരം 14 കഴിയണം സംവസിച്ചിടുവാൻ ഗ്രാമാലയങ്ങളിൽ. അന്യദത്തം ഭുജിക്കുന്നതുമില്ലെന്നു മന്യേ വനവാസകാലം കഴിവോളം. രാജ്യം മമൈതതു ഭവാൻ മത്സഖിയല്ലോ പൂജനാം നീ പരിപാലിക്ക സന്തതം. കുണ്ഠഭാവം ചെറുതുണ്ടാകയും വേണ്ട കൊണ്ടുവരിക വടക്ഷീരമാശു നീ. തൽക്ഷണം കൊണ്ടുവന്നു വടക്ഷീരവും ലക്ഷ്മണനോടും കലർന്നു രഘൂത്തമൻ. ശുദ്ധ വടക്ഷീര ഭൂമികളെ കൊണ്ടു ബദ്ധമായൊരു ജടാമകൂടത്തോടും സോദരൻ തന്നാൽ കുശദളാദ്യങ്ങളാൽ സാദരമാസ്തൃതമായ തൽപസ്ഥലേ പാനീയമാത്രമശിച്ചു വൈദേഹിയും താനുമായി പള്ളിക്കുറുപ്പു കൊണ്ടിടിനാൻ. പ്രാസാദമൂർത്തി പര്യങ്കേ യഥാപുര വാസവും ചെയ്തുറങ്ങുന്നതുപോലെ ലക്ഷ്മണൻ വില്ലുമമ്പും ധരിച്ചന്തികെ രക്ഷിച്ചു നിന്നു ഗുഹനോടു കൂടവേ. ലക്ഷ്മണ ഗുഹ സംവാദം. ലക്ഷ്മീപതിയായ രാഘവസ്വാമിയും ലക്ഷ്മി ഭഗവതിയാകിയ സീതയും വൃക്ഷമൂലേ കിടക്കുന്നതു കണ്ടതി ദുഃഖം കലർന്നു ബാഷ്പാകുലനായി ഗുഹൻ. ലക്ഷ്മണനോടു പറഞ്ഞു തുടങ്ങിനാൻ പുഷ്കരനേത്രനെ കണ്ടിലയോ സഖേ. പർണതൽപേ ഭുവി ദാരുമൂലേ കിടന്നർണോജനേത്രനുറങ്ങുമാറായിതു. സ്വർണതൽപേ ഭവനോത്തമേ സൽപുരേ പുണ്യപുരുഷൻ ജനകാത്മജയോടും പള്ളിക്കുറുപ്പുകൊള്ളും മുന്നമിന്നിഹ പല്ലവ പര്യങ്കസീവനാന്തരേ. ശ്രീരാമദേവനു ദുഃഖമുണ്ടാകുവാൻ കാരണഭൂതയായി വന്നിതു കൈകേയി. മന്ധര ചിത്തമാസ്ഥായ കൈകേയി താൻ
ഹന്തമഹാപാപമാചരിച്ചാളല്ലോ. ശ്രുത്വാ ഗുഹോക്തികളിത്തമാഹന്ത സൗമിത്രിയും സത്വരമുത്തരം ചൊല്ലിനാൻ. ഭദ്രമതേ ശൃണു മധ്വജനം രാമ, ഭദ്രനാമം ജപിച്ചിടുക സന്തതം. കസ്യ ദുഃഖസ്യ കോ ഹേതു ജഗത്രയേ, കസ്യ സുഖസ്യ വാ കോപി ഹേതു സഖേ. പൂർവജന്മാർജിത കർമ്മമത്രേ ഭുവി, സർവലോകർക്കും സുഖദുഃഖ കാരണം. ദുഃഖസുഖങ്ങൾ ദാനം ചെയ്വതിന്നാരു, ഉൾക്കാമ്പിലോർത്തു കണ്ടാലില്ല നിർണയം. ഏകൻ മമ സുഖദാതാ ജഗതി, മറ്റേകൻ മമ ദുഃഖദാതാ വിധി വൃഥ. തോന്നുന്നത് ജ്ഞാന ബുദ്ധികൾക്കിപ്പോഴും, തോന്നുകയില്ല ബുധന്മാർക്കതേതുമേ. ഞാനിതിൽ നിന്നു കർത്താവെന്നു തോന്നുന്നു, മാനസതാരിൽ വൃഥാഭിമാനേന കേൾ. ലോക നിജ കർമ്മ സൂത്രബന്ധം സഖേ, ഭോഗങ്ങളും നിജ കർമാനുസാരികൾ. മൃത്തരുദാസീന ബാന്ധവ ദേഷ്യ മധ്യസ്ഥ സുഹൃജന, ഭേദബുദ്ധി ഭ്രമം ചിത്രമത്രേ നിരൂപിച്ചാൽ. സ്വകർമ്മങ്ങൾ യത്ര വിഭാവ്യതേ തത്ര യഥാ തഥാ. ദുഃഖം സുഖം നിജ കർമ്മവശഗതമൊക്കെ എന്നുൾക്കാമ്പുകൊണ്ടു നിനച്ചതിൽ, യദ്യത്യതാഗതം തത്ര കാലാന്തരേ തത്തത് ഭുജിച്ചതി സ്വസ്ഥനായി വാഴണം. ഭോഗത്തിനായി കൊണ്ടു കാമിക്കയും വേണ്ട, ഭോഗം വിധികൃതം വർജിക്കയും വേണ്ട. വ്യർത്ഥമോർത്തോളം വിഷാദാദിഹർഷങ്ങൾ ചിത്തേ ശുഭാശുഭ കർമ്മ ഫലോദയേ. മർത്യദേഹം പുണ്യപാപങ്ങളെ കൊണ്ടു നിത്യമുൽപ്പന്നം വിധി വിഹിതം സഖേ. സൗഖ്യ ദുഃഖങ്ങൾ സഹജമേവർക്കുമേ, നീക്കാവതല്ല സുരാസുരന്മാരാലും. ലോകേ സുഖാനന്തരം ദുഃഖമായി വരും, ആകുലമില്ല ദുഃഖാനന്തരം സുഖം. നൂനം ദിനരാത്രി പോലെ ഗതാഗതം, മാനസേ ചിന്തിക്കലത്രയുമല്ലെടോ. ദുഃഖമധ്യേ സുഖമായും വരും, പിന്നെ പിന്നെ ദുഃഖം സുഖമധ്യസംസ്ഥമായും വരും. രണ്ടും അന്യോന്യ സംയുക്തമായേവനും ഉണ്ടു ജലഭംഗമെന്ന പോലെ സഖേ. ആകയാൽ ധൈര്യേണ വിദ്വജ്ജനം ഹൃദി, ശോകഹർഷങ്ങൾ കൂടാതെ വസിക്കുന്നു. ഇഷ്ടമായുള്ളതു തന്നെ വരുമ്പോഴും, ഇഷ്ടമില്ലാത്തതു തന്നെ വരുമ്പോഴും. തുഷ്ടാത്മനാമരുവുന്നു ബുധജനം, ദൃഷ്ടമെല്ലാം മഹാമായേതി ഭാവനാൽ. ഇത്തം ഗുഹാനും സുമിത്രാത്മജനുമായി വൃത്താന്തഭേദം പറഞ്ഞു നിൽക്കുന്നേരം. മിത്രനുദിച്ചിതു സത്വരം രാഘവൻ, നിത്യകർമ്മങ്ങളും ചെയ്തരുളിച്ചെയ്തു. തോണി വരുത്തുകിന്നപ്പോൾ ഗുഹൻ നല്ല തോണിയും കൊണ്ടുവന്നാശു വണങ്ങിനാൻ. സ്വാമിന്യം ദ്രോണികാ സമാരുഹ്യതാം, സൗമിത്രിണ ജനകാത്മജയാ സമം. തോണി തുഴയുന്നതു മടിയൻ തന്നെ, മാനവ വീര മമ പ്രാണവല്ലഭ. ശൃംഗിവേരാധിപൻ വാക്കുകേട്ടന്നേരം, മംഗലദേവതയാകിയ സീതയെ കയ്യും പിടിച്ചു കരേറ്റി ഗുഹനുടെ. കയ്യും പിടിച്ചു താനും കരേറിനാൻ, കയ്യും പിടിച്ചു താനും കരേറിനാൻ. ആയുധമെല്ലാം എടുത്തു സൗമിത്രിയും, ആയതമായൊരു തോണി കരേറിനാൻ. ജ്ഞാതിവർഗത്തോടു കൂടെ ഗുഹൻ പരമാദരവോടു വഹിച്ചിതു തോണിയും. മംഗലഭാംഗിയാം ജാനകി ദേവിയും ഗംഗയെ പ്രാർത്ഥിച്ചു നന്നായി വണങ്ങിനാൾ. ഗംഗേ ഭഗവതി ദേവി നമോസ്തുതേ, സംഗേന ശംഭുതൻ മൗലിയിൽ വാഴുന്ന സുന്ദരി ഹൈമവതി നമസ്തേ നമോ നമോ. മന്ദാകിനി ദേവി ഗംഗേ നമോസ്തുതേ, ഞങ്ങൾ വനവാസവും കഴിഞ്ഞാതരാൽ ഇങ്ങു വന്നാൽ ബലി പൂജകൾ നൽകുവൻ രക്ഷിച്ചു കൊള്ളുക. നീ ആപത്തു കൂടാതെ ദക്ഷാരി വല്ലഭേ, ഗംഗേ നമോസ്തുതേ. ഇത്തരം പ്രാർത്ഥിച്ചു വന്നിച്ചിരിക്കവേ സത്വരം പാരകുലം ഗമിച്ചിടിനാർ. തോണിയിൽ നിന്നു താഴ്ത്തിറങ്ങി ഗുഹൻ, താണു തൊഴുതപേക്ഷിച്ചാൻ മനോഗതം.
കൂടെ വിട കൊള്ളുവതീനടിയനുമോരാടൽ കൂടാതെ അരുഞ്ഞ നൽകിടണം. പ്രാണങ്ങളെ കളഞ്ഞിടുവാനല്ലായിലേണാങ്കബിംബാനനേ ജഗദീപതേ. നിഷാദവാക്യങ്ങൾ കേട്ടു മനസ്സി സന്തോഷേണ രാഘവനേവ മരുൾ ചെയ്തു. സത്യം 14 സംവത്സരം വിപീനത്തിൽ വസിച്ചു വരുവൻ വിരവിൽ ഞാൻ. ചിത്തവിഷാദമൊഴിഞ്ഞു വാണിടു നീ സത്യവിരോധം വരാ രാമഭാഷിതം. ഇത്തരമോരോ വിധമരുളി ചെയ്തു ചിത്തമോദേന ഗാഠാശ്ലേഷവും ചെയ്തു. ഭക്തനെ പോകെന്നയച്ചു രഘുത്തമൻ ഭക്ത്യാ നമസ്കരിച്ചഞ്ജലിയും ചെയ്തു. മന്ദം മന്ദം തോണിമേലെ ഗുഹൻ വീണ്ടു മന്ദിരം പൊക്കു ചിന്തിച്ചു മരുവിനാൻ.